മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആയുർവേദത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആയുർവേദം പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു ഉപവേദമാണ്. അഥർവവേദത്തിൻ്റെ ഉപവേദം. അഥർവവേദത്തിൻ്റെ ഉപവേദം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അഥർവവേദം എന്ന് പറയുന്നത് തന്നെ രോഗചികിത്സ, ശത്രുസംഹാരം, കൃഷിവർദ്ധനം, കൃമിനാശനം, കുഷ്ഠരോഗശമനം തുടങ്ങി സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളുമായി ചേർത്തുള്ള മന്ത്രങ്ങളുണ്ട്. അപ്പോ കൃഷിനാശനം, കൃഷി നശിക്കാതിരിക്കാനുള്ള മന്ത്രമുണ്ട്. കുഷ്ഠരോഗം ശമിക്കാനുള്ള മന്ത്രം, ജ്വരനാശന മന്ത്രം, ശത്രുസംഹാര മന്ത്രം. ഇതൊന്നും ബ്ലാക്ക് മാജിക്കോ മന്ത്രവാദത്തിൻ്റെയോ മന്ത്രമല്ല. ശരിക്ക് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം വൃഷാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർ മോചയ മോചയോ നമോ ഭഗവതി മഹാസുദർശനായ ദീത്രൈ ജ്വാലാപരീതായ സർവദീക്ഷോപണകരായ ഹുംബട്. ഇതൊരു സുദർശന മന്ത്രമാണ്. സുദർശന മന്ത്രത്തിൽ എൻ്റെ ശത്രുക്കളെ ഇല്ലാതെയാക്കണം, എനിക്ക് തടസ്സങ്ങൾ ഇല്ലാതെയാക്കണം, ജീവിതത്തെ ധന്യമാക്കണം, മുമ്പോട്ടുള്ള പ്രയാണം നന്മ നിറഞ്ഞതാക്കണം. ഇങ്ങനെയുള്ളൊരു മന്ത്രമാണ്. അല്ലാതെ ബ്ലാക്ക് മാജിക് ഒന്നും അതിനകത്തില്ല, മന്ത്രവാദമൊന്നും അതിനകത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് അഥർവവേദത്തിലെ മന്ത്രമല്ല, സാധാരണ മന്ത്രമാണ്, ഒരു പുരാണ മന്ത്രമാണ്. ഈ അഥർവവേദത്തിലുള്ള മന്ത്രമുണ്ട്. ഇതേമാതിരി ധാരാളം മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, വലിയ ആത്മീയതയൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ടായിരിക്കണം അഥർവവേദത്തിന് ആയുർവേദം പോലെയുള്ള ഒരു ഉപവേദം ഉണ്ടായത്. ആയുർവേദത്തില് അഷ്ടാംഗമായിട്ട് തിരിച്ചിരിക്കുക. മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ്. ഇപ്പൊ പഞ്ചകർമ്മ പോലും രോഗത്തെ ചികിത്സിക്കാനല്ല, ശരീരത്തെ ശരിയാക്കലാണ്. ഇപ്പൊ ആധുനിക ലോകവും വിവരിക്കുന്നത് എപ്പോഴും ക്യൂറിങ് ഈസ്, ശരിക്ക് പ്രിവെന്റിങ് ഈസ് ബെറ്റർ ദാൻ ക്യൂറിങ് എന്നുള്ള ഇംഗ്ലീഷ് വരി തന്നെ ഉണ്ടായത് നമ്മൾ ധാരാളം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന വരികളൊക്കെ പുറകിൽ ഇതാണ്. ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കൽ എങ്ങനെയാണ്? ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കിയാൽ രോഗം ഓട്ടോമാറ്റിക്കലി വരില്ല. ക്ലീൻലിനെസ് ഉണ്ടെങ്കിൽ, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണത്തിൽ പോയിസൺസ് ഇല്ല എങ്കിൽ, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ അശ്വിനി ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് വലിയൊരു സന്ദേശമാണ് അശ്വിനി ദേവത എന്ന വാക്കിലുള്ളത്. ഹിതാഹാരം മിതായാസം. ഹിതമായ ആഹാരം, ഹിതം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആഹാരം. ഒരു കുട്ടിക്കുള്ള ആഹാരമല്ല ഒരു യുവാവിന്, അതല്ല വയസ്സായിട്ടുള്ള, അതല്ല കർക്കിടമാസത്തിൽ കഴിക്കേണ്ടത്, അതല്ല മേടമാസത്തിൽ കഴിക്കേണ്ട ആഹാരം. ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ കഴിക്കേണ്ട ഭക്ഷണമല്ല ഒരു സാധാരണ അമ്മ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഒരു അമ്മ കഴിക്കേണ്ട ഭക്ഷണമല്ല സാധാരണ അമ്മ കഴിക്കേണ്ടത്. ഇങ്ങനെ ധാരാളം കണ്ടീഷൻ. ഹിതമായ ആഹാരം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ്, മിത ആയാസം, കൺട്രോൾഡ് ആയിട്ടുള്ള എക്സർസൈസ്, ഓവർ എക്സർസൈസ് അല്ല. ഹിത ആഹാരം, മിത ആയാസം. ആയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സർസൈസ്. ഇതിനൊന്ന് തിരിച്ചിട്ട് നോക്കാം. മിത ആഹാരം, ഹിത ആയാസം, കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സർസൈസ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സർസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ കുട്ടി ചെയ്യേണ്ട എക്സർസൈസ് അല്ല ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ട എക്സർസൈസ് അല്ല 80 വയസ്സായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആഹാരം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വിഹാരം അഥവാ എക്സർസൈസ്. അതേപോലെ തന്നെയാണ് കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭക്ഷണം. അപ്പോൾ ഈ കൺട്രോൾഡും അപ്രോപ്രിയേറ്റും തിരിച്ചും മറച്ചുവിടാം. അതുകൊണ്ടാണ് അശ്വിനി ദേവതമാർ ഇരട്ടകളാണെന്ന് പറയുന്നത്. ഇത്ര നല്ലൊരു സന്ദേശം അതിനകത്തുള്ളത്. അത് മനസ്സിലാക്കാതെ അത് രണ്ട് മനുഷ്യക്കുട്ടികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള
സന്ദേശം കൂടി ഒന്ന് അറിയണ്ടേ? അശ്വിനി ദേവത എന്ന് പറയുന്നത് തന്നെ ഒരു 2 ഫുഡ് ആൻഡ് എക്സർസൈസിനെ ബന്ധിപ്പിക്കുന്നതാണ്. ഇന്ന് കേരള ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, മദ്യം, അതുപോലെ തന്നെ അസാധാരണമാം വിധത്തിൽ പെസ്റ്റിസൈഡുകളുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ ബയോമാഗ്നിഫിക്കേഷനിലൂടെ നിറഞ്ഞിരിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചികൾ. എങ്ങനെയാ കേരളത്തിൽ ആരോഗ്യം ഉണ്ടാവുക? ആയിരക്കണക്കിന് ഡോക്ടർമാർ ഒരു വർഷം പുറത്തേക്ക് വരുന്നു, ഡസൻ കണക്കിന് ആശുപത്രികൾ പുതിയതായിട്ടുണ്ടാവുന്നു, പിന്നെ 100 കണക്കിന് മെഡിക്കൽ ഷോപ്പുകൾ നിരന്തരം വർദ്ധിക്കുന്നു. എന്താ കാരണം? നമുക്ക് പറ്റിയത് ഹിതാഹാരവും മിതായാസവും, മിതാഹാരവും ഹിതായാസവും വിട്ടുപോയത്. അത് ആയുർവേദത്തിലുണ്ട്. പക്ഷെ ഇന്നത്തെ ആധുനിക മെഡിക്കൽ കോളേജിൽ, ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വൈദ്യന്മാര്, ഡോക്ടർമാര് അവർ നമ്മുടെ പൈതൃകത്തിന്റെ വീക്ഷണമുള്ളവരൊന്നുമല്ല. ആയുർവേദത്തിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികളിൽ ഒരു വലിയ ശതമാനം വിദ്യാർത്ഥികൾ ഗതികേട് കൊണ്ട് ആയുർവേദം പഠിക്കുന്നവരാണ്. മോഡേൺ മെഡിസിന് കിട്ടാത്തത് കൊണ്ട്, BDSന് കിട്ടാത്തത് കൊണ്ട്, ഡോക്ടർ ആവാൻ അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നത് കൊണ്ട് ആയുർവേദ കോളേജിൽ പോയിട്ട് ഡോക്ടർ എന്ന വാക്ക് വെക്കാലോ എന്ന് അപകർഷതയോടുകൂടി പഠിക്കുന്നവരാണ്. മാത്രമല്ല സംസ്കൃതത്തിന്റെ അല്പം പോലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ്. മാത്രമല്ല ഈ ആയുർവേദം പഠിപ്പിക്കുന്ന പ്രൊഫസർമാരും ലെക്ചർമാരും ആയുർവേദത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണ്. എക്സെപ്ഷണലി കുറച്ചുപേര് ഉണ്ടാകുമായിരിക്കാം, അവരൊക്കെ റിട്ടയറായി പോവുകയും ചെയ്തു. ആയുർവേദത്തിന്റെ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ എത്ര കുഴപ്പമുണ്ടോ ആ ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ആയുർവേദം പഠിപ്പിക്കുന്നത്. ആയുർവേദത്തിലെ ഓരോ വരി പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുന്ന ആൾക്കും പഠിക്കുന്ന ആൾക്കും അപകർഷതയോടുകൂടിയാണ്. നമ്മുടെ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ ക്രിസ്തുമസും ബക്രീദും റംസാനും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ വിനായക ചതുർത്ഥിയോ വിദ്യാരംഭമോ സരസ്വതി പൂജയോ പുസ്തക പൂജയോ ഗുരുപൂജയോ ആഘോഷിക്കാത്ത പോലെ എന്തിനാണോ സംസ്കൃതമുള്ളത് അതിനെതിരായിട്ടാണ് തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ SFIക്കാരും CPMന്റെ കീഴിലുള്ള അധ്യാപകരും ജീവിക്കുന്നത് തന്നെ. അവിടെയുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ പറയും, നിങ്ങളുടെ കൊടി എന്തുകൊണ്ടാണ് ചുമന്നതെന്ന് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ രക്തം ചുമന്നത് കൊണ്ടാണ് കൊടി ചുമന്നതെന്ന്. അത്രയും അധികം മാർക്സിസം അകത്തുള്ള പാർട്ടീസാണ് അകത്തുള്ളത്. സംസ്കൃതത്തെ ഹോൾസെയിലായിട്ട് വിമർശിക്കുന്നവരെ കാണണമെങ്കിൽ സംസ്കൃത കോളേജിൽ പോയാൽ മതി. സംസ്കൃതത്തെ പുച്ഛിക്കുന്നവരെയും എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും എല്ലാം കാണണമെങ്കിൽ സംസ്കൃത കോളേജിൽ പോയാൽ മതി, തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ. അതുപോലെ ആയുർവേദത്തെ പുച്ഛിക്കുന്നവരും എതിർക്കുന്നവരും അവഹേളിക്കുന്നവരെയും കാണണമെങ്കിൽ ആയുർവേദ കോളേജിൽ പോയാൽ മതി. ഹോൾസെയിലായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ശരിക്കും ആയുർവേദം അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ മൈത്രീ കാരുണ്യമാർത്ഥേഷു പ്രീതിശക്തിയേരുപേക്ഷണം പ്രകൃതിസ്ഥേഷു ഭൂതേഷു വൈദ്യവൃഷ്ടിശ്ചതുർവിധ. ഒരു വൈദ്യന്റെ തന്നെ ക്വാളിറ്റി പറയുന്നത് മൈത്രീ കാരുണ്യമാർത്ഥേഷു പ്രീതിശക്തിയേരുപേക്ഷണം പ്രകൃതിസ്ഥേഷു ഭൂതേഷു വൈദ്യവൃഷ്ടി ചതുർവിധ. ശരിക്ക് ആ രോഗിയോട് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഒരു ഡോക്ടർ ഉണ്ടാവേണ്ടത്. അവരോട് നല്ല സിമ്പതി ഉണ്ടാവണം. നിങ്ങളുടെ അസുഖം എനിക്ക് വേദനയുള്ളതാണ്, അത് മാറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ മൈത്രി കാരുണ്യം ആർത്തേഷു ദുഃഖിക്കുന്നവരിൽ പ്രീതിശക്തിയേരുപേക്ഷണം നല്ല രീതിയിൽ ആത്മവിശ്വാസം വരുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം സംസാരിക്കുന്ന സമയത്ത്. പ്രകൃതിസ്ഥേഷു പ്രകൃതി ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ടാവണം. കാരണം 100 കണക്കിന് രോഗികളെ ചികിത്സിക്കുന്ന വേളയിൽ രോഗി കരയുമ്പോൾ ഡോക്ടറും കിടന്ന് കരയാൻ പാടില്ല. രോഗി കരയുമ്പോൾ ഡോക്ടറും കരഞ്ഞാലുള്ള അവസ്ഥ എന്താ? രോഗിയുടെ ദുഃഖമുണ്ട്. 100 കണക്കിന് രോഗികൾ ഇങ്ങനെ ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ചിലത് സക്സസ് ആവും, ചിലത് ഫെയിലിയർ ആവും, ചിലര് കാലം തികയുമ്പോൾ മരിച്ചുപോയി എന്ന് വരും. അതിലൊക്കെ ഒരു ഡോക്ടർ ഡിജക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇങ്ങനെ ധാരാളം വരികൾ. നമ്മുടെ ആയുർവേദം എന്നൊക്കെ പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ വില്യം ഹാർവി കണ്ടുപിടിക്കുന്നതിനേക്കാൾ എത്രയോ മുമ്പ് കണ്ടുപിടിച്ചതാണ്. ധമന്യോ രക്തവാഹിന ചതുർവിംശതിരതീത കുല്യാഭിരിവ കേദാര രാസ്താഭിർ ദേഹോമി വർദ്ധതി. പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസ് 24 എണ്ണാണ്.
വയലിലേക്ക് വെള്ളമെത്തിക്കുന്ന കുഴല് പോലെ അത് ശരീരാഭിവൃദ്ധിക്കായിട്ട് രക്തത്തെ എത്തിക്കുന്നു. അപ്പോൾ ശരിക്ക് ശിര എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് എന്ന് തന്നെ അർത്ഥം. രക്തക്കുഴലുകൾ, ധമന്യോ രക്തവാഹിനഃ, രക്തത്തെ വഹിക്കുന്ന ധമനികൾ 24 24 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. കുല്യാഭിരിവ കേദാര, കുല്യം എന്ന് വെച്ചാൽ കുഴല്, കേദാരം എന്ന് വെച്ചാൽ വയല്. കുല്യാഭിരിവ, വയലിലേക്ക് വെള്ളം എത്തിക്കുന്ന കുഴല് പോലെ ഇത് ശരീരത്തിലേക്ക് എത്തിക്കുന്നു. എത്ര ഭംഗിയായിട്ടുള്ള വരികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്ക് നമ്മളുടെ ആയുർവേദത്തിലെ വാത, പിത്ത, കഫം അതൊക്കെ നല്ല വാക്കുകളാണ്. അതിനുകൊണ്ടിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് എന്ത് വൃത്തികേടാക്കി അറിയോ. പിന്നെ ത്രിദോഷം, ദോഷം എന്ന വാക്കിന് നമ്മൾ ഈ സിൻ എന്ന് പറയുന്നവർ വരെയുണ്ട്. ത്രിദോഷ സിദ്ധാന്തം എന്നുള്ളതിന് ഇംഗ്ലീഷില് 3 ഹ്യൂമേഴ്സ് എന്നാ പറയാം. ശരിക്കും തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പണ്ട് ജപ്പാനിൽ നിന്ന് വന്ന 2-3 ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ വന്ന് അവരോട് പറഞ്ഞു, അത്ര ആയുർവേദം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാതെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാം, ആയുർവേദത്തിന്റെ വാക്കുകൾ അതേപോലെ ഉപയോഗിച്ചാൽ മതി, അതിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാതെ. ഇവിടെ ആർക്കും അത് പറ്റിയില്ല. അവരെല്ലാം ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് ആയുർവേദത്തിലെ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് പഠിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു വശം. ഇനി വേറൊരു വശം, ആയുർവേദം പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടാലും അവരെയാണ് ആദ്യം ചികിത്സിക്കേണ്ടതെന്ന് തോന്നും. ഇങ്ങനെ ഏന്തി വലിച്ച് മുറുക്കി തുപ്പിയിട്ട് ആടി പാടിയൊക്കെ ഒരു ഡോക്ടറുടെ ഡിഗ്നിറ്റി ഇല്ലാത്ത രീതിയിലുള്ള അധ്യാപകർ. അപ്പൊ പിന്നെ ഇങ്ങനെയാ വിദ്യാർത്ഥികൾക്ക് അത് ഉണ്ടാവുക. ഞാൻ ഡോക്ടറാണെന്ന് ഒരാൾ പറയുമ്പോൾ മുഖം നോക്കിയാൽ പേഴ്സണാലിറ്റി വേണ്ടേ? അതുപോലും പിള്ളേരിൽ വളർത്താനും ഇവർ ശ്രമിക്കില്ല, ഇവർക്കൊട്ട് അത് വെച്ചു പുലർത്താൻ ശ്രമിക്കില്ല. ശരിക്ക് നല്ല ചങ്കൂറ്റത്തോടു കൂടിയ ഈ നാടിന്റെ പൈതൃകത്തിൽ ശരീരത്തെ ചികിത്സിക്കുന്നവരാണ് ഞങ്ങൾ. മറ്റവർ രോഗത്തെ ചികിത്സിക്കുന്നവരാണ്. ഏതാ വേണ്ടത്? ശരീരത്തെ ചികിത്സിക്കുന്നതാണ് കാലാകാലം നിൽക്കുന്നത്. രോഗത്തെ ചികിത്സിക്കുന്ന ആ രോഗം പോയാൽ വേറൊരു രോഗം വരും. ആ രോഗം പോവാൻ കൊടുത്ത മരുന്നിന്റെ പുറത്ത് വേറൊരു രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ശരിക്ക് ആയുർവേദത്തിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ആത്മീയത ആയുർവേദത്തിന്റെ ഭാഗമാണ്, ആയുർവേദ ചികിത്സയുടെ ഭാഗമാണ് ആത്മീയത. അതിന്റെ കാരണം എന്താ? ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ ഒത്തിരി പേർക്ക് ആത്മീയത വേണം. ആത്മവിശ്വാസം വേണ്ട, കെമിക്കൽ കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിയാൽ മതിയെങ്കിൽ അത് അങ്ങനെ സാധിക്കും. അതിനെതിരൊന്നുമല്ല. അപ്പൊ ശരിക്കും ആയുർവേദം ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. അങ്ങനെ വേണം ആയുർവേദത്തെ നോക്കാൻ. ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ ധാരാളം കിട്ടാനുണ്ട്. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ധരിച്ചിട്ട് വാരിക്കോരി ആയുർവേദ മരുന്നും കഴിക്കാൻ പാടില്ല. എത്രയാ പ്രിസർവേറ്റീവ്? 56 ആയുർവേദ മരുന്നുകളിൽ സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ്. CSIR സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഒരു ആയുർവേദ പ്രൊഡ്യൂസറുടെ ഡ്രഗ് മാത്രമാണ് സഹസ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല രീതിയിൽ ആധികാരികമായിട്ട് ആയുർവേദ മരുന്നുണ്ടാക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ പൂർവികർ പറഞ്ഞിരിക്കുന്ന ആയുർവേദ മരുന്നിന്റെ ക്വാളിറ്റി ഉള്ളത് കേരളത്തില് ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഡ്രഗിൽ മാത്രമാണ്. ആ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്നെ വിളിച്ച് ചോദിച്ചാലും ഞാൻ പറയില്ല. 56 മരുന്നുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തതിൽ 53 എണ്ണവും ശരിക്കും നമ്മുടെ പൂർവികർ പറഞ്ഞ ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട് ആ പ്രത്യേക കമ്പനിയിൽ. മറ്റ് കമ്പനിയിൽ 10-30 ഡ്രഗുകളുണ്ട്. ചില കമ്പനികളിൽ ഒരെണ്ണം പോലും നമ്മുടെ പൈതൃകത്തിലെ ആചാര്യന്മാർ പറഞ്ഞ പോലെ ഇല്ല. എന്താ പ്രിസർവേറ്റീവ് അടിച്ചു കയറ്റിയിരിക്കുന്നത്! 30 ppm പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റ് KMS ഇടേണ്ട സ്ഥാനത്ത് 900 ppm ഒക്കെയാണ് അടിച്ച് കയറിയിട്ടിരിക്കുന്നത്. ശരിക്കും അത്ഭുതം തോന്നും. ആയുർവേദത്തെ ചില കമ്പനികൾ എത്ര വികൃതമായ രീതിയിലാണ് പ്രോഫിറ്റ് ഓറിയന്റഡ് ആക്കി മാറ്റുന്നത്. ഇതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആയുർവേദം നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നതിനകത്ത് അസാധാരണമാം വിധം ആരോഗ്യവുമായി ബന്ധപ്പെട്ട നന്മകളുടെ സന്ദേശം ഉണ്ടെന്നറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.